ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് ട്രാക്കിൻ്റെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ട് കാണും, ഒരു ചെറിയൊരു വില്ലീസിൻ്റെ ജീപ്പാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ അധികം വൈകിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു സാധാ വെപ്പ് എടുത്തിട്ട് അത് രണ്ടായിട്ട് മടക്കിയിട്ട് അതിനകത്ത് ഒരു സൈഡിലാണ് വരക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് രണ്ടെണ്ണം ഒരേ അളവിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത രണ്ട് പേപ്പറും ഒരു കട്ടിയുള്ള ഒരു പേപ്പർ, അതായത് കവറിൻ്റെയൊക്കെ പേപ്പർ പോലത്തെ അങ്ങനത്തെ ഒരെണ്ണം ഒട്ടിച്ചിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ വണ്ടി മൊത്തം നമ്മൾ അങ്ങനത്തെ പേപ്പറിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമുക്ക് രണ്ടെണ്ണം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ബോണറ്റിൻ്റെ അടിയിൽ, അതായത് ലൈറ്റൊക്കെ വന്ന ഭാഗമാണ്. അപ്പോൾ അതങ്ങനെ നോക്കാം. ഇപ്പോൾ നമ്മൾ ആ പോർഷൻ്റെ ഒരു ഹാഫ് ഭാഗമാണ് നമ്മളിപ്പോൾ വരക്കുന്നത്. ബാക്കി ഹാഫ് പോർഷൻ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ നമ്മൾ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ കട്ടിയുള്ള പേപ്പറിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ബോണറ്റാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അറ്റം ഒരു സ്റ്റിക്ക് വെച്ച് വളച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സൈഡിലെ മുകളിലായിട്ട് വരുന്ന ഭാഗം കർവ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് ആ ബോണറ്റ് വെക്കുന്ന ഭാഗമാണ്. ഇനി നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകണമെല്ലാനും. അപ്പോൾ നമ്മൾ ഈ സൈഡിലെ രണ്ട് പോർഷൻസും വെക്കുന്നത് നമ്മൾ ഈ ഇപ്പോൾ എടുത്ത ആ പ്ലേറ്റ് പോലത്തെ ഒരു ഭാഗത്തുമാണ്. അത് നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ ആ സൈഡ് കിട്ടാനായിട്ടാണ്. ഇതുപോലെ വെക്കും. പിന്നെ നമ്മൾ ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ബോണറ്റിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഭാഗം ബോണറ്റിൻ്റെ ആ ഒരു അടിയിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ബോണറ്റ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പോർഷനിൽ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കണ പോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ മഡ് ഗാർഡും വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ ബാക്കിലായിട്ട് ഇങ്ങനത്തെ ഒരു പീസ് വെക്കുന്നുണ്ട്. ഇത് വണ്ടിയുടെ ബാക്കിൽ സ്റ്റെബിലിറ്റി കിട്ടാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ബാക്കിൽ ആ ഷേപ്പിന് വേണ്ടി കർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്തിരി. ഇനി ബാക്കിൽ നമ്മൾ കർവ് ചെയ്തെടുത്ത ഷേപ്പിൽ തന്നെ നമ്മളൊരു പീസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് മിറർ നമ്മൾ വെക്കുന്നുണ്ട്. അത് നമ്മുടെ സൂചിയൊക്കെ വളച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ മോഡലിൽ ഇതിൻ്റെ ഷെഡ് വെക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു പീസ് എടുക്കുന്നുണ്ട്. അത് നമ്മൾ സൂചി വെച്ച് അതിൻ്റെ മുകളിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ സൈഡിലായിട്ട് ക്രോസ് ആയിട്ടൊരു സാധനം വെക്കുന്നുണ്ട്. അത് നമ്മൾ സൂചി എടുത്തിട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ടെണ്ണം എടുത്തിട്ട് അത് രണ്ടെണ്ണം ക്രോസ് ചെയ്താണ് വെക്കുന്നത്. ഇനി നമുക്ക് അകത്തെ സീറ്റിൻ്റെ കാര്യം നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു രണ്ട് പീസ് എടുത്തിട്ട് അത് നടുക്കെന്ന് വളച്ചിട്ട് രണ്ടെണ്ണം ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മൾ അകത്തേന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഗിയറിൻ്റെ കാര്യം നോക്കാം. അതിന് ഇങ്ങനത്തെ അതൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ എഡ്ജസൊക്കെ നമുക്ക് ജോയിൻ ചെയ്ത് വെക്കാം. ഇനി ഗിയറിനായിട്ട് നമുക്കൊരു സൂചി വെച്ചിട്ട് അത് അറ്റത്ത് വളച്ച് വെക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ കാര്യം നോക്കാം. അതിനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എഡ്ജസൊക്കെ ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിയറിങ്ങിനായിട്ട് ഒരു ചെറിയ സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ എഡ്ജസ് ജോയിൻ ചെയ്ത മേലെ നമ്മൾ സ്റ്റിയറിങ്ങോടുകൂടി അങ്ങനെ വെക്കണം. അങ്ങനെ നമ്മുടെ അകത്തെ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സീറ്റ് വെച്ച് സ്റ്റിയറിംഗ് വെച്ച് ഗിയറും വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ടയറിൻ്റെ കാര്യം നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു 8 പീസസ് വരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലത്തെ 8 പീസസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മാർക്കർ എടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 0.4 സെൻറ്റിമീറ്റർ വിട്ടിൽ നമുക്കിത് ഓരോരോ പീസസായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് ഇട്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത 8 പീസസ് അതിൻ്റെ ഉള്ളിലോട്ട് വെക്കുകയാണ്. അത് രണ്ടെണ്ണം ഒരെണ്ണം ഇപ്പുറത്തായിട്ട് വെക്കണം. അപ്പോൾ ഇതുപോലത്തെ 4 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ ഈ പേപ്പറും വെച്ച് നമ്മൾ മുകളിൽ കൂടി ചുറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇതുപോലെയാണ് ഒരെണ്ണം ചെയ്തിരിക്കുന്നത്. നമുക്കിതൊരു 5 എണ്ണം വേണം. അപ്പോൾ 4 എണ്ണം നമുക്ക് ടയറായിട്ട് വെക്കാനും ഒരെണ്ണം സ്റ്റെപ്പിനായിട്ട് വെക്കാനും. ഇനി നമുക്ക് ആക്സിലിൻ്റെ ആയിരുന്നു നോക്കാം. അതിനായിട്ട് നമ്മളൊരു സൂചി എടുത്തിട്ട് നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ടയർ മേലെ ഫിക്സ് ചെയ്യുക.
പട്ട ഫിക്സ് ചെയ്ത ടയറിലേക്ക് നമ്മൾ ഒരു പേനയുടെ ലെഡ് നമ്മൾ അകത്തേക്ക് കയറ്റാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് അടുത്ത ടയർ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട് ടയർ. ഇത് നമ്മൾ ജീപ്പിലോട്ട് ഫിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പേനയുടെ ലെഡ് കാർഡ്ബോർഡ് മുട്ടിച്ചിട്ട് കാർഡ്ബോർഡ് ജീപ്പ് മേലെ ഒട്ടിക്കും. കാർഡ്ബോർഡ് ആകുമ്പോൾ നമുക്കൊരു ഫ്രീ ആയിട്ടൊരു സസ്പെൻഷൻ കിട്ടുന്ന പോലെ കിട്ടും. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ സ്റ്റെപ്പിന് ടയർ വെക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ വാട്ടർ ടാങ്ക് പോലെ ഒരു ബോക്സും വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സസ്പെൻഷൻ അടിപൊളിയായിട്ടുണ്ട്. ഫുൾ സ്റ്റെബിലിറ്റിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പെയിൻറ്റിൻ്റെ കാര്യം നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ മിലിറ്ററി ഗ്രീനാണ് എടുക്കുന്നത്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ സ്റ്റിക്കർ വർക്കാണ് നോക്കാനുള്ളത്. അപ്പോൾ അത് ചെയ്യാം. നമ്മൾ ആർമിയുടെ ഡിസൈൻ അടിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം സ്റ്റാർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സർക്കിൾ പോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ബോണറ്റിലാണ് ഒട്ടിക്കുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ 1-2 സ്റ്റിക്കറൊക്കെ കൂടി സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വില്ലേജിൻ്റെ ജീപ്പ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.